അങ്ങനെ ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ഐഫോൺ സെയിൽ ഇന്നും കൂടെ ഉള്ളൂ 29-ാം തീയതി. ബിഗ് ബില്യൺ എന്നൊക്കെ വിളിക്കണമെന്നുണ്ട്. ആകെപ്പാടെ വിറ്റുപോയത് ഏറ്റവും കൂടുതൽ ഐഫോൺ അല്ലേ. അതിൻ്റെ തലപ്പത്തിൽ നിന്നാണ് നമ്മുടെ iPhone 13. iPhone 13 ഓർഡർ ചെയ്തവർക്കേ അറിയുള്ളൂ എൻ്റെ കഷ്ടപ്പാട്. ചെയ്ത് കഴിഞ്ഞിട്ടും കുറച്ച് ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട്. അതാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയുന്നതും. അതായത് വേറൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ട്വിറ്ററിൽ ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ട് ഫ്ലിപ്കാർട്ടിന് ചീത്ത പറയുന്നുണ്ടായി. അവരുടെ iPhone 13 കഷ്ടപ്പെട്ട് 50,000 രൂപയ്ക്ക് താഴെ ഇവർ ബുക്ക് ചെയ്താണ് ക്യാൻസൽ ആയിപ്പോയി. ക്യാൻസൽ എന്ന് പറഞ്ഞാൽ ഒരു റീസൺ ഒന്നുമില്ല. പെട്ടെന്ന് ബുക്കിംഗ് കൺഫേം ചെയ്തു, കാശൊക്കെ ഡെബിറ്റ് ചെയ്തു, എല്ലാം കഴിഞ്ഞു. ഡെലിവറി നാളെ വരുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ക്യാൻസൽ. iPhone 13 സെയിൽ ടൈമിലുണ്ടല്ലോ, അവർ 49,990 രൂപയാണ് പറഞ്ഞത് ഇനീഷ്യലി കേട്ടോ. ആ 12 മണി പ്ലസ് മെമ്പേഴ്സിന് 12 മണിയിൽ നിന്ന് ഒരു 12:10 12:15 വരെ 47,000 രൂപയ്ക്ക് വരെ ആൾക്കാർ ഐഫോൺ മേടിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ തിങ്ങനെ വില കൂടുമായിരുന്നു. ആ 49 ആയിരുന്നു, പിന്നെ 51 ആയി, 52 ആയി, 54 ആയി. ആൻഡ് നെക്സ്റ്റ് ഡേ നോർമൽ യൂസേഴ്സിന് സെയിൽ തുടങ്ങിയപ്പോൾ 54 എങ്ങാണ്ടാണ് തുടങ്ങിയത്. പല ആൾക്കാരും അടുത്ത ദിവസം വീണ്ടും വില കുറയും എന്ന് വിചാരിച്ചിരുന്നു. ഫ്ലിപ്കാർട്ട് നോക്കിയിരുന്നാൽ മതി എന്ന് പറഞ്ഞ് അങ്ങോട്ട് വിട്ടു. ഇപ്പോൾ ഏകദേശം 65,000 രൂപയ്ക്ക് എങ്ങാണ്ടുമാണ് 128 GB പോകുന്നത്. 47,000 രൂപയ്ക്ക് ഓർഡർ ചെയ്തവരുടെ പുലിവാര് വേറെ. 12 മണിക്ക് ലോഗിൻ ചെയ്തു, 49,000 രൂപയ്ക്ക് സാധനം കണ്ടു, ഓർഡർ ചെയ്യാൻ നോക്കി, പിൻകോഡൊക്കെ അടിച്ചു, ആഡ് ടു കാർട്ട് കൊടുത്തു, ഒക്കെ സെറ്റ്. പ്ലേസ് ഓർഡർ ബട്ടൺ കാണുന്നില്ല. പെട്ടെന്ന് നിങ്ങളുടെ പിൻകോഡിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നു. ഇനി പ്ലേസ് ഓർഡർ ബട്ടൺ വന്നാലോ പ്ലേസ് ഓർഡർ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ ഫ്ലിപ്കാർട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ ഓർഡർ ചെയ്ത് നോക്കുമെന്ന് ഫ്ലിപ്കാർട്ട് നമ്മളോട് പറയുന്നു. ഇനി അഥവാ ഓർഡർ ചെയ്ത് പേയ്മെൻറ്റ് പേജിൽ പോയി കഴിഞ്ഞാൽ അവിടെ പോയിട്ട് നിങ്ങൾ കാർഡ് ഓഫറിൻ്റെ കാർഡ് നമ്പറൊക്കെ അടിച്ച് 3,000 രൂപ കുറഞ്ഞു. നെക്സ്റ്റ് പേജിൽ അടിക്കുമ്പോൾ നിങ്ങളുടെ ബാങ്കിൻ്റെ സെർവർ ഭയങ്കരമായിട്ട് ഇപ്പോൾ ലോഡ് എടുക്കുന്നുണ്ട്. സോ വേറെ ബാങ്ക് ട്രൈ ചെയ്യൂ, 3,000 രൂപ കിട്ടായിരിക്കും. എനിക്ക് തോന്നുന്നു ഈ പ്രശ്നം ഏറ്റവും കൂടുതൽ ആക്സിസ് ബാങ്കുകാർക്കാണ്. ആൻഡ് അഥവാ ആക്സിസ് ബാങ്ക് ഒക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് OTP പേജിൽ പോയി കഴിഞ്ഞാൽ OTPക്ക് വേണ്ടി മിസ്റ്റർ ബീൻ കാത്തിരുന്ന മാതിരി കാത്തിരിക്കുന്നുണ്ടായി കുറേ ആൾക്കാർ. OTPയും വന്നില്ല, ഒന്നും വന്നില്ല, ഓർഡറും ആക്കാൻ പറ്റിയില്ല, അങ്ങനെ അതും പോയി. ഇനി കഷ്ടപ്പെട്ട് ഈ നൂലാമാലകളിൽ കൂടെ ഒക്കെ പോയി ഐഫോൺ എങ്ങാനും ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ 70% ആൾക്കാർക്ക് സാധനം കിട്ടി. ബാക്കിയുള്ള കുറച്ച് ആൾക്കാർക്കൊന്നും സാധനം കിട്ടിയില്ല, ക്യാൻസൽ ആയിപ്പോയി. ട്വിറ്ററിൽ എനിക്ക് ഏറ്റവും സങ്കടം വന്ന വേറൊന്നുമില്ല. ഒരു പുള്ളി ഐഫോണൊക്കെ ഓർഡർ ആക്കി വീട്ടുമുറ്റത്ത് വരെ വന്നു. ഈ വീട്ടിൽ ഫോൺ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ QR കോഡ് സ്കാൻ ചെയ്യണമല്ലോ ഈ ഡെലിവറി ബോയ്സ്. ആ QR കോഡ് എന്തോ കീറി മറിച്ചിരിക്കുകയായിരുന്നു, സ്കാൻ ചെയ്യാൻ പറ്റിയില്ല. സോ പുള്ളി ഇങ്ങനെ ഐഫോൺ കിട്ടാൻ നിൽക്കുന്നു, അങ്ങേരെ സ്കാൻ ചെയ്യുന്നു, നടക്കുന്നില്ല. അവസാനം ഐഫോൺ കൊടുക്കാതെ റിട്ടേൺ പോയി. ഭയങ്കര വിഷമമായിരുന്നു പുള്ളിക്ക്. ഇനി ക്യാൻസലേഷൻ പരിപാടി. ഈ ക്യാൻസലേഷൻ ചെയ്തിരിക്കുന്ന ഫ്ലിപ്കാർട്ടുകാരല്ല, സെല്ലറാണ്. സോ ഈ ട്വിറ്ററിലുള്ള ബഹളം കേട്ടിട്ട് ഫ്ലിപ്കാർട്ട് ഒഫീഷ്യലി പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ശരിയാണ്, വളരെ കുറച്ച് ശതമാനം ആൾക്കാർക്ക് ഈ ഒരു ഓർഡർ ക്യാൻസലായി പോയിട്ടുണ്ട്. അത് അനോമാലീസ് കാരണമാണ്, അതായത് എന്തൊക്കെയോ തകരാറുകൾ ഉണ്ടായത് കൊണ്ടാണ്. പക്ഷേ ഞങ്ങൾ സെല്ലറിനോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കസ്റ്റമേഴ്സാണ് ഞങ്ങൾക്ക് എപ്പോഴും മുന്നിൽ, അതുകൊണ്ട് പ്രയോറിറ്റി ആയിട്ട് സംഭവമൊക്കെ ശരിയാക്കി കൊടുക്കണമെന്ന്. പക്ഷെ എത്ര പേർക്ക് ശരിയാക്കി കൊടുത്തു എന്നറിയില്ല. എന്തായാലും എനിക്ക് തോന്നുന്നു സെല്ലർമാർ ഇത്രമാത്രം ആൾക്കാർ ഐഫോൺ ഓർഡർ ചെയ്യുന്ന പ്രതീക്ഷിച്ച് കാണില്ല. ആൻഡ് ഇത്രയും ഓർഡർ ഒരുമിച്ച് വന്നപ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ആൻഡ് ഇത്രയും വില കുറച്ച് കൊടുക്കുമ്പോൾ അവർക്ക് ചെറിയൊരു വിഷമം ഉണ്ടാവാം. ആൻഡ് ഇത് ഞാൻ പറയാൻ കാരണം വേറൊന്നുമല്ല, ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ 128 GB ഐഫോൺ കിട്ടാനില്ല. ആകെ 256 GB 512 GB മാത്രമേ ഉള്ളൂ. ആൻഡ് അതിന് 3,000 രൂപ എന്തോ 6,000 രൂപ എന്തോ കാർഡ് ഓഫർ, ICICI കാർഡ് 10% കാർഡ് ഓഫറൊക്കെ ഉണ്ട്. അല്ലാണ്ട് 47,000 രൂപയുടെ പരിപാടി നിർത്തി. പക്ഷെ അന്ന് ക്യാൻസലായി പോയി പ്രശ്നമുണ്ടാക്കിയ 47,000 ഓർഡർ ചെയ്ത കുറച്ച് ഗ്യാങ്ങുകൾക്ക് ഫ്ലിപ്കാർട്ടുകാരെന്തോ 10,000 രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ കൊടുത്തിട്ട് വീണ്ടും നിങ്ങൾ ഐഫോൺ ഓർഡർ ചെയ്യുവാണെങ്കിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് ചുരുക്കം ചില ആൾക്കാർക്ക് കൊടുത്തതായിട്ട് ഞാൻ ട്വിറ്ററിൽ കണ്ടു. എത്ര പേർക്കാണെന്ന് അറിയില്ല. എന്തായാലും നിങ്ങൾ iPhone 13 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് കിട്ടിയോ, എത്ര രൂപയ്ക്കാണ് കിട്ടിയത്, അഥവാ നിങ്ങളും ഇതേപോലെ ഓർഡർ ക്യാൻസൽ ആയ കൂട്ടത്തിലാണോ എന്നുള്ളത് ജസ്റ്റ് താഴെ ഒന്ന് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. എന്നാലും പുതിയൊരു വാർത്ത കേട്ടിരിക്കുന്നത് ഇനി മുതൽ iPhone 14 സീരീസ് ഇന്ത്യയിലാണ് നിർമ്മാണം നടത്തുന്നതെന്നാണ്. ഇപ്പോൾ iPhone 13 മേടിച്ച എല്ലാവരെയും പെട്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അത് മെയ്ഡ് ഇൻ ഇന്ത്യ പരിപാടിയാണ്, ചൈനയല്ല. അതുകൊണ്ടാണ് ഇത്ര വില കുറച്ച് കിട്ടിയത്. iPhone 14 ഇതേപോലെ മെയ്ഡ് ഇൻ ഇന്ത്യ ആക്കുമ്പോൾ കുറച്ച് ദിവസം മുന്നേ iPhone 14 സീരീസ് 1.5 ലക്ഷം രൂപയെ കൊടുത്ത് വാങ്ങിച്ചവർക്ക് ലേശം വിഷമം ഉണ്ടാവും എന്നുള്ളത് ശരിയാണ്. എന്തായാലും ഇനി അടുത്ത ബിഗ് ബില്യൺ ഡേയ്സിന് iPhone 14 ആയിരിക്കും. iPhone 13 തന്നെ പഴയ സ്റ്റോക്ക്. അപ്പോൾ അത്രേ ഉള്ളൂ. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.